സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉൽപ്പത്തി 13 അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിലേക്ക് നോക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. അങ്ങയുടെ വിശ്വസ്തത എത്ര വലുതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. അബ്രഹാമിനെ വിളിച്ചതും നടത്തിയതും വഴിപിഴച്ചപ്പോൾ പോലും കൈവിടാതിരുന്നതും അങ്ങയുടെ കൃപയാണ്. പിതാവേ, പലപ്പോഴും ഞങ്ങൾ ലോത്തിനെ പോലെയാണ്. കാഴ്ചയിൽ ഭംഗിയുള്ളതിനും ഭൗതിക നേട്ടങ്ങൾക്കും പിറകെ പോകാൻ ഞങ്ങൾക്കും താൽപ്പര്യമുണ്ട്. ഞങ്ങളുടെ സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും ക്ഷമിക്കണമേ. കർത്താവേ, ജീവിതത്തിലെ തർക്കങ്ങളിൽ അബ്രഹാമിനെപ്പോലെ സമാധാനം തെരഞ്ഞെടുക്കാനും ഞങ്ങളുടെ അവകാശങ്ങളെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കാനും എല്ലാറ്റിലുമുപരി അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കാതെ അങ്ങയുടെ വലിയ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ സഹായിക്കണമേ. ലോകത്തിന്റെ ആകർഷണങ്ങളിൽ വീണുപോകാതെ അങ്ങയുടെ ഹിതം തിരയാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അബ്രഹാമിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയുടെ യാഗപീഠങ്ങൾ പണിയുവാൻ എപ്പോഴും അങ്ങയെ ഓർക്കുവാനും നന്ദി പറയാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളിലും കുറവുകളിലും അങ്ങ് ഞങ്ങളെ തേടി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കു വേണ്ടി എല്ലാം നൽകിയ ഞങ്ങളുടെ രക്ഷകൻ യേശുവിനായി നന്ദി. അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഭരിക്കട്ടെ. ഈ വചനങ്ങൾ കേട്ട് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പോകുമ്പോൾ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സമാധാനവും പ്രത്യാശയും നൽകണമേ. അബ്രാഹാമിനെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയതുപോലെ ഞങ്ങളെയും അങ്ങയുടെ നിത്യതയിലേക്ക് നടത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.